Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 3 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് റൂട്ടീൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആവാറായി. ഇനിയിപ്പോൾ ഷുട്ടു പതുക്കെ ഒരു 4 മണി 4:30 വരെയൊക്കെ മുറ്റത്ത് ഇറങ്ങി കളിക്കാൻ പോവും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കും, നമ്മൾ കുളിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെയൊക്കെ ഉള്ളൊരു നമ്മുടെ അല്ലേ ഈവനിങ് വ്ലോഗ് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ ഷുട്ടു മുറ്റത്തേക്ക് ഇറങ്ങി. ഇതാ അവള് പതിവ് കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ല. ഭയങ്കര ഓട്ടവും ചാട്ടവും, അവിടെ തുള്ളി ഇവിടെ തുള്ളി ഒക്കെ ഭയങ്കര കളിയായിരിക്കും. അത് ഞാൻ അങ്ങ് വിടുകയും ചെയ്യും കളിക്കാനായിട്ട്. വീണാലും പ്രശ്നമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ അവൾ എഴുന്നേക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കളിക്കണം, അതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനും കുറേ സമയം ഇങ്ങനെ എൻഗേജ് ആക്കി വെക്കും, ഞാനും അവളുടെ കൂടെ കളിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഭയങ്കര ആവേശം കൂടും. അങ്ങനെ ഞാൻ രണ്ടുപേരും കൂടെ കളിച്ച്, ഞാനിപ്പോൾ അവളൊരു 3 മണിക്കാണ് ഇറക്കിയതെങ്കിൽ ഒരു 4 മണി 4:30 വരെ കളിക്കാൻ സമ്മതിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പതുക്കെ കുളിപ്പിക്കും. കാരണം സന്ധ്യക്ക് മുന്നേ ഞാൻ വിളക്കൊക്കെ കത്തിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ അവളെ കുളിപ്പിച്ച് റെഡിയാക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഒളിച്ചും പൊത്തും കളിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താ പറയാന്ന് അറിയില്ല, കണ്ണാരം പൊത്ത് അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കളിക്കും. എന്നിട്ട് ഫുള്ള് വേർത്ത് കുളിച്ച് അവളൊരു വഴിയായതിനു ശേഷമാണ് അകത്തേക്ക് കയറുള്ളൂ. അങ്ങനെ അവൾ കളിക്കുമ്പോഴേക്കും ഞാൻ പതുക്കെ ഇങ്ങനെ കിച്ചണിലേക്ക് വന്നു. അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ. ഞാൻ ചെറിയ ലൈറ്റ് ചൂടാക്കിയിട്ട് എടുക്കും വെള്ളം. പക്ഷേ മോസ്റ്റ്ലി ഞാൻ ഭയങ്കര തണുപ്പിച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഡയറക്റ്റായിട്ട് ആ ഒരു പച്ചവെള്ളം മേത്ത് വീഴുമ്പോൾ ആ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഒരു ലൈറ്റ് ചൂടാക്കി എടുക്കും വെള്ളം. അവൾക്ക് അധികം ഹോട്ട് വാട്ടറിൽ കുളിക്കുന്ന ഇഷ്ടമേ അല്ല. അപ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ ഞാൻ വന്നതിൻ്റെ പിന്നാലെ എൻ്റെ കൂടെ ഓടിപ്പിടിച്ച് വന്നിട്ടുണ്ട്. എന്നെ കാണണം 5 മിനിറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കും. വിച്ചു വിച്ചു എന്ന് വിളിച്ചോട് നടക്കും. പിന്നെ ഇത് വലിയൊരു ടാസ്ക്കാണ്. അവൾ അടങ്ങിയിരിക്കേയില്ല. അവളെ പിടിച്ചിരുത്തി ക്രീമൊക്കെ തേച്ച് ഒന്ന് സെറ്റാക്കി ഡ്രസ്സ് ഇടിക്കുക എന്ന് പറയുന്ന വലിയ പാടാണ്. ഇത് കഴിയും, അവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു പരിവാവും. ഭയങ്കര ക്ഷീണിച്ച് എൻ്റെ നടുവും പുറവും ഒക്കെ വേദന എടുത്ത് ഒരു പരിവാവും ഞാൻ. എന്നാൽ എങ്ങനെയൊക്കെ പിടിച്ചു വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം അവൾക്ക്, അല്ലെങ്കിൽ തീരെ ഇരിക്കില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും.
ഷുട്ടുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കോലം കണ്ടില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കും, എന്നിട്ട് പിന്നെ അമ്മ കുളിക്കും അല്ല. ഞാൻ കുളിക്കുമ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് സമയം അവൾക്ക് TV, അതാണ് അവളുടെ സ്ക്രീൻ ടൈം. അല്ലെങ്കിൽ പിന്നെ എന്നെ കുളിക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്താണ് ചെയ്യാറുള്ളത്. ഞാൻ കുളിക്കുന്ന സമയം വരെ ഒരു ½ an hour അത്ര ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്നെ ഫുള്ള് തപ്പി നടക്കും, ഇരിക്കില്ല. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ TV വെച്ച് കൊടുത്ത് നമ്മൾ ചായ കുടിച്ച് TV കാണും, അമ്മ കുളിക്കും അല്ലേ. ഓക്കെ, ബൈ ബൈ, കാണാൻ വരാം, പിന്നെ ഞങ്ങൾ ചായ കുടിക്കുമ്പം ആക്ച്വലി അവളിങ്ങനെ ചുമ്മാ അവിടെ ഇരുത്തും. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും എയറോ റൂട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ കയ്യിൽ കൊടുക്കും. ഇന്ന് അമ്മ രാവിലത്തെ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂട്ടുള്ളത് കൊണ്ട് കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കി ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നുള്ളിയിട്ട് കൊടുത്തപ്പോൾ കഴിക്കാണ് ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല വെള്ളയപ്പം. അതുപോലെ ഈ ഇഡ്ഡലി ഒന്നും വലിയ ഇഷ്ടമല്ല, ചെറിയൊരു പുളിപ്പുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കുറച്ച് സമയം TV കാണാൻ അവിടെ ഇരുത്തിയേക്കാണ്. എന്നെങ്കിലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തപ്പിക്കൊണ്ടിറങ്ങും. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമാണ് അവൾക്ക് സ്ക്രീൻ ടൈമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുളിച്ച് വന്ന് അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്യും. പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കളിപ്പിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയറും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി TV ഓഫ് ചെയ്ത് അവൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കും. ഞാൻ നൈറ്റ് സ്കിൻ കെയറിലുള്ള സാലിസിലിക് ആസിഡാണ് ഇപ്പൊ കുളിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. എന്താ വെച്ചാൽ എൻ്റെ മറ്റേ ക്രീമും ഇതും ഞാൻ ഒന്നിച്ച് തന്നെ അപ്ലൈ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഉടനെ സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്ത് ഗുവാഷ വെച്ച് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതാണ് ഇപ്പം ഉള്ള മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ. പിന്നെ ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഇതൊരു ഗോഷ റോളാണ്. ഞാൻ സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ഇത് വെച്ച് മസാജ് ചെയ്യും. എപ്പോഴും ചെയ്തു, പക്ഷേ ചില ദിവസങ്ങളിൽ മറന്നുപോകും. ഇത് നമുക്ക് ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ജോ ലൈൻ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുക നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ശരിക്കും അത് വർക്കായിട്ടുണ്ട്. അപ്പോൾ മസാജ് ചെയ്യും. നമ്മള് ചെറിയൊരു പ്രഷറിൽ മാത്രമേ ചെയ്യാവൂ, അധികം അങ്ങനെ വലിച്ചു നീട്ടി ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ലിപ്ബാമാണ്. എൻ്റെ സ്കിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിപ്പും ഭയങ്കര ഡ്രൈ ഔട്ട് ആവും. ഞാനപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും യൂസ് ചെയ്യും. നിവ്യ അല്ലെങ്കിൽ ലബലോടെ ലിപ്ബാമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഷെയ്ഡ് പൊമഗ്രാനൈറ്റ് ഷൈൻ ആണ്. ഞാൻ എപ്പോഴും ബ്ലാക്ക്ബെറിയാണ് വാങ്ങിക്കാറുള്ളത്, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. അത് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് ബ്ലാക്ക്ബെറി, നിവ്യ അല്ലെങ്കിൽ ലബലോ. അപ്പോൾ കഴിഞ്ഞു, സ്കിൻ കെയർ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി സെറ്റ്. ഇനി നമുക്ക് ഷൂട്ട് എന്താ ചെയ്യുന്നത് പോയി നോക്കാം. എന്തായാലും TV ആണായിരിക്കും, അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ആളെ കളിക്കാനൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ
ഞാൻ അവളെ അവിടെ എത്തിയേക്കാണ്. ഞാൻ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കിയിട്ട് കൂട്ടിയിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സ് ആയിട്ട് പഴം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാന്നുള്ളത്. ആദ്യം ചുട്ടു പഴം കഴിക്കുകയില്ലായിരുന്നു, ആൾക്ക് തീരെ ഇഷ്ടമല്ല പഴം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായിട്ട് ഞാൻ ബട്ടറിൽ നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ട്. അതും പഴത്തിൻ്റെ ടേസ്റ്റ് മേലെ നിൽക്കുമ്പോൾ കഴിക്കൊന്നുമില്ല, ബട്ടറിൻ്റെ ടേസ്റ്റ് മേലെ വരുമ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ. ഞാനിത് ബട്ടറിലാണ് സോട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ഷുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിത് നെയ്യിൽ വാട്ടിയിട്ട് കഴിക്കുന്നതും ഭയങ്കര ഹെൽത്തിയാണ് ആക്ച്വലി. പിന്നെ എൻ്റെ മോൾക്ക് ബട്ടറിലാണ് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് നെയ്യിൽ വാട്ടിയാലും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിന്നെ എല്ലാം പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബട്ടറിലാണ് സോട്ട് ചെയ്യുക. അധികം ബ്രൗൺ ഷെയ്ഡ് ആവാനൊന്നും ഞാൻ വെക്കാറില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാനെല്ലാം ഒന്ന് തിരിച്ചിടും. പിന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കളറാകുമ്പോൾ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ പഴം വാട്ടിയത് ഇവിടെ റെഡിയാണ്. ഞാൻ ഇത് കൊണ്ട് കൊടുക്കട്ടെ. അതിനിടയ്ക്ക് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞില്ലേ അധികം അങ്ങനെ കഴിക്കില്ല, കുറച്ച് പാടാണ് കഴിപ്പിക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫോണും കൂടെ എടുത്ത് പോയാൽ തീരെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ട് പിന്നെ കഴിക്കും. അങ്ങനെ ഞാൻ പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞു. വിചാരിച്ച പോലെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു. പിന്നെ ബട്ടറിൻ്റെ ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ കുറച്ച് വേഗം കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാനും അമ്മയും കൂടെ ഏതെങ്കിലും പഴയ പടമൊക്കെ ഇട്ട് TV കണ്ടിരിക്കും. അത് കുറച്ച് സമയം ഇരിക്കും, അവളവിടെ നിന്ന് കളിക്കും. 11:30 ആവും ഞങ്ങൾ റൂമിൽ പോയി ഉറങ്ങാനൊക്കെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഏതോ പൂച്ചക്കാര് മണി കെട്ടും, ആ പടമാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത്. ചുമ്മാ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് ഏതെങ്കിലും പഴയ പടം കാണുമ്പോൾ പഴയ പടങ്ങൾ മാത്രമേ വെക്കുള്ളൂ. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കാണും. ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ വൈകുന്നേരം ആകുമ്പോൾ. അപ്പോ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.